വാസുദേവായ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതി ഉത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ടകീ. മോഹം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിയ കൃപാതമഹം വന്ദേ ശ്രീഗുരും ദീനധാരിണം ശ്രീപരമാനന്ദ മാധവം ശ്രീചൈതന്യമീശ്വരം. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ. ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിധി നാമിനെ. നമസ്തേ സാരസ്വതി ദേവ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശധാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗര ഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതം സ്കന്ധം 3 അധ്യായം 8 ശ്ലോകം 27-28. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. മുഖേന ലോകാർത്തികരേ സ്മിതേന പരിസ്ഫുരത കുണ്ഡലമണ്ഡിതേന ശോണായിതേനാദരംഭ ഭാസ പ്രത്യായഹന്തം സുനസേന സുഭ്രാ. മുഖേന ലോകാർത്തികരേ സ്മിതേന പരിസ്ഫുരത് കുണ്ഡലമണ്ഡിതേന ശോണായിതേനാദരബിംബഭാസ പ്രത്യായഹന്തം സുനസേന സുഭ്രാ. മുഖേന ലോകാർത്തികരേ സ്മിതേന പരിസ്ഫുരത് കുണ്ഡലമണ്ഡിതേന ശോണായിതേനാദരബിംബഭാസ പ്രത്യായഹർത്തം സുനസേന സുഭ്രാ. അർത്ഥമുഖേന മുഖം കൊണ്ടുള്ള സൂചനകൾ. ലോക ആർത്തി ഹര ഭക്തന്മാരുടെ ദുഃഖങ്ങൾ നശിപ്പിക്കുന്നവൻ. സ്മിതേന പുഞ്ചിരിയാൽ. പരിസ്ഫുരേത് കണ്ണഞ്ചിക്കും വിധം മഹാപ്രഭയുള്ള. കുണ്ഡല കർണാഭരണം. മണ്ഡിതേന അലങ്കരിക്കപ്പെട്ട. സോണിതേന തിരിച്ചറിയുക. ആധാര അദ്ദേഹത്തിന്റെ ചുണ്ടുകളാൽ. ബിംബ പ്രതിഫലനം. ഭാസ കിരണങ്ങൾ. പ്രത്യർഹയന്തം അന്യോന്യം സംവാദിക്കുന്ന. സുനസേന അദ്ദേഹത്തിന്റെ സുന്ദരമായ കൺപുരുകങ്ങളും. വിവർത്തനം. ശ്രീ ശീലപ്രഭുപാദയ്ക്ക് ജയ്. അദ്ദേഹം ഭക്തന്മാരുടെ സേവനകൾ തിരിച്ചറിയുകയും മനോഹരമായ ഒരു പുഞ്ചിരിയിൽ അവരുടെ മുഖങ്ങൾ നശിപ്പിക്കുകയും ചെയ്യും. കർണാഭരണങ്ങളാൽ അലങ്കരിക്കപ്പെട്ട അദ്ദേഹത്തിന്റെ മുഖത്തിന്റെ പ്രതിഫലനം അധരങ്ങളിൽ നിന്നും വരുന്ന മന്ദസ്മിത രേണുക്കളുടെ കണ്ണഞ്ചിക്കുന്ന പ്രഭയാൽ പ്രസന്നമായിരുന്നു. അദ്ദേഹത്തിന്റെ നാസികയും കൺപുരികങ്ങളും അതും അതിമനോഹരങ്ങളുമായിരുന്നു. ഭാവാർത്ഥം. ശ്രീ ശീലപ്രഭുപാദയ്ക്ക് ജയ്. ഭഗവാന് വേണ്ടിയുള്ള ഭക്തിയുത സേവന അദ്ദേഹത്തോട് വളരെ അധികം കടപ്പെട്ടതാണ്. ആത്മീയ പ്രവർത്തനങ്ങളുടെ വിവിധ മേഖലകളിൽ ധാരാളം അതീന്ദ്രിയവാദികളുണ്ട്. എന്നാൽ ഭഗവാന് വേണ്ടിയുള്ള ഭക്തിയുത സേവനം സമാനതമായിട്ടുള്ളതാണ്. ഭക്തന്മാർ തങ്ങളുടെ സേവനത്തിന് പകരമായി ഭഗവാനോട് ഒന്നും തന്നെ ആവശ്യപ്പെടുകയില്ല. അത്യന്തം ആവശ്യമായ മോക്ഷം പോലും ഭഗവാൻ വാഗ്ദാനം ചെയ്താൽ കൂടി അവർ നിരസിക്കുന്നു. അങ്ങനെ ഒരു വിധത്തിൽ പറഞ്ഞാൽ ഭഗവാൻ ഭക്തന്മാരോട് കടപ്പാടുള്ളവനാകുന്നു. ഭക്തന്മാരുടെ സേവനത്തിന് തൻ്റെ നിത്യസുന്ദരമായ മന്ദഹാസം മാത്രമേ തിരിച്ചു നൽകാൻ അദ്ദേഹത്തിന് സാധിക്കുന്നുള്ളൂ. ഭക്തന്മാരാകട്ടെ ഭഗവാന്റെ പുഞ്ചിരിയാൽ സംതൃപ്തരാകുകയും ഉണർത്തപ്പെടുകയും ചെയ്യുന്നു. അതോടെ ഭഗവാനും കൂടുതൽ സംതൃപ്തനാകുന്നു. അവിധം ഭഗവാനും ഭക്തന്മാരും തമ്മിൽ പരസ്പര സേവനത്തിന്റെയും തിരിച്ചറിയലിന്റെയും തുടർച്ചയായ അതീന്ദ്രിയ മത്സരം നടന്നുകൊണ്ടേയിരിക്കുന്നു. ഹരേ കൃഷ്ണ. ശ്ലോകം 28. കദംബകിഞ്ചലലക്കപിശം വിശങ്കവാസാസ സലംകൃതം മേഖലയാ നിദംബേ ഹരേണ ചാനന്ദതനേന വത്സ
ശ്രീവത്സവക്ഷ സരവല്ലഭേന കദംബകിഞ്ചലഖ വിശങ്കവാസസ സാലങ്കൃതം മേഘാലയാനിതമേ ഹരേണ ചാനന്ദതനേന വത്സ ശ്രീവത്സവക്ഷ സലവല്ലഭേന കദംബകിഞ്ചലഖ വിശങ്കവാസസ സലങ്കൃതം മേഘാലയാനിതംഭേ ഹരേണ ചാനന്ദതനേന വത്സ ശ്രീവത്സവക്ഷ സലവല്ലഭേന കിദംബകിഞ്ചിലക്കില് കുങ്കുമപ്പൊടി പിശങ്ക വസ്ത്രത്തിന്റെ നിറം വവാസ വസ്ത്രം ധരിച്ച് അലങ്കൃതം മനോഹരമായി അലങ്കരിച്ച മേഘാലയ അരപ്പട്ട നിതംഭേ അരക്കെട്ടിൽ ഹരേണ പുഷ്പഹാരങ്ങളാൽ അതും അനന്ത ഉന്നതമായ ധനേന മൂല്യമുള്ള വത്സ എന്റെ പ്രിയപ്പെട്ട വിതുര ശ്രീവത്സ അതീന്ദ്രിയ അടയാളത്തിന്റെ പക്ഷസ്ഥല മാറിൽ വല്ലഭേന വളരെ സന്തുഷ്ടമായ വിവർത്തനം ശ്രീ ശീലപ്രഭാതിക്ക് ജയ്. എന്റെ പ്രിയപ്പെട്ട വിതുര, ഭഗവാൻ തന്റെ അരക്കെട്ടിൽ കദംബപ്പൂവിന്റെ ധൂളിക്ക് സദൃശമായ കടും മഞ്ഞപ്പട്ടു ചുറ്റി അതിന്മേൽ നന്നായി അലങ്കരിച്ച അരപ്പട്ടയും ധരിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന്റെ മാറിടം ശ്രീവത്സ അടയാളത്തോടും മൂല്യം നിശ്ചയിക്കാനാവാത്ത ഖണ്ഡാഭരണങ്ങളാലും അലങ്കൃതമായിരിക്കുന്നു. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. പറഞ്ഞോളൂ മാതാജി. ഈ അധ്യായത്തിൽ നമ്മൾ ആദ്യം തൊട്ട് കേൾക്കുന്നത് ഭഗവാന്റെ ലീലകൾ സംകർഷണ ഭഗവാൻ ആദ്യമായി പറഞ്ഞു കൊടുത്തു. സംകർഷണ ഭഗവാൻ സനകാദി മഹർഷികൾക്കും അതായത് കുമാരന്മാർക്കും പറഞ്ഞു. സനകാദി മഹർഷിയിൽ നിന്നും സാഖ്യാന മഹർഷിയിൽ നിന്നും പരാശര മഹർഷിക്കും അതായത് മഹർഷിമാർക്കെല്ലാം കൂടി മൈത്രിയ മഹർഷിയുടെ ഗുരുവായ വ്യാസദേവന്റെ പിതാവുമായ പരാശര മഹർഷിയിൽ നിന്നും ഭഗവത് കഥകൾ പഠിക്കുന്നു. അതിനുശേഷം ഒരു പരമ്പരയിലൂടെയാണ് നാം ഇത് പഠിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. മൈത്രിയ മഹർഷി വിതുരർക്ക് ഉപദേശിച്ചു കൊടുക്കുന്നു. പിന്നീട് വ്യാസഭഗവാൻ നാരദ മഹർഷിയുടെ നിർദ്ദേശാനുസരണം ശ്രീമദ് ഭാഗവതമായി സൃഷ്ടിച്ച് പിന്നീട് അദ്ദേഹം ഈ കഥകൾ തന്റെ പുത്രനായ ശുകദേവ മഹർഷിക്ക് പഠിപ്പിക്കുന്നു. ശുകദേവ മഹർഷി ശ്രീ പരീക്ഷിത് മഹാരാജാവിന് 7 ദിവസം കൊണ്ട് ഈ കഥകൾ പറഞ്ഞു കൊടുക്കുന്നു. ഇത് അതിശ്രദ്ധയോട് ശ്രദ്ധിച്ച സൂത ഗോസ്വാമിയാണ് പിന്നീട് നൈമിഷാരണ്യത്തിൽ വെച്ച് ശനകാദി മഹർഷികൾക്ക് വിവരിച്ചു കൊടുക്കുന്നത്. അങ്ങനെ പുണ്യഭൂമിയായ നൈമിഷ്യാരണ്യത്തിൽ വെച്ച് വിവരിക്കപ്പെട്ട ഭഗവത കഥകളാണ് നമുക്കിന്ന് ശ്രീമദ് ഭാഗവതമായി ലഭിച്ചിരിക്കുന്നത്. ഈ സംകർഷണൻ ഭഗവാന്റെ ആദ്യത്തെ വിസ്താരമായ സംകർഷണ ഭഗവാനിൽ നിന്നാണ് ഇത് കിട്ടിയതെന്ന് നമ്മൾ മുമ്പേ പറഞ്ഞു. സംകർഷണ ഭഗവാന്റെ സാന്നിധ്യത്തിൽ മുനിമാരുടെ സഹായാർത്ഥം തന്റെ കമലനയനം ചെറുതായിട്ടൊന്ന് തുറന്ന് സംകർഷണ ഭഗവാൻ എല്ലാവരെയും നോക്കി. അങ്ങനെ ഭഗവാന്റെ മുനിമാർ ഉയരത്തിലുള്ള ഗ്രഹങ്ങളിൽ നിന്നും ഗംഗാജലം താഴോട്ടൊഴുകി വന്ന അതിൽ അവരുടെ മുടിക്കെട്ട് വരെ നനഞ്ഞിരുന്നു എന്നാണ് പറയുന്നത്. സംകർഷണ ഭഗവാന്റെ സാഖ്യായ മുനി ചോദിച്ചതനുസരിച്ച് ത്രിലോകങ്ങളും പ്രളയത്തിൽ ആണ്ടിരുന്ന സമയത്ത് ഗർഭോദായക വിഷ്ണു ഏകനായി സ്വയം ചൈതന്യ ശക്തിയായി ശയിക്കുന്ന സമയത്ത് ഭഗവാൻ സൃഷ്ടിച്ച സൂക്ഷ്മ വംശം ഭഗവാന്റെ ഉദരത്തിലൂടെ ഉള്ളിലേക്ക് തള്ളിക്കയറുകയും വിഷ്ണുവിന്റെ വ്യക്തിത്വത്തിൽ നിന്ന് ഉൽപ്പാദിതമായ ഒരു താമരമൊട്ടായി രൂപം പ്രാപിച്ചു. ആ താമരയിൽ വിഷ്ണു പരമാത്മ രൂപത്തിൽ പ്രവേശിച്ച ഭൗതിക പ്രകൃതിയുടെ എല്ലാ ഗുണങ്ങളും തികഞ്ഞ ബ്രഹ്മാവ് ഉണ്ടായി. അദ്ദേഹത്തിന് ലോകത്തെ ദർശിക്കാൻ സാധിച്ചില്ല. ശൂന്യതയിലൂടെ പ്രദക്ഷിണം ചെയ്തതിന്റെ ഫലമായിട്ടാണ് ബ്രഹ്മദേവന് 4 തലകളും ഉണ്ടായത്.
ബ്രഹ്മദേവൻ താൻ എവിടെ നിന്നാ വന്നതെന്ന് അറിയാൻ വേണ്ടി മുമ്പോട്ടും പുറകോട്ടും പോയെങ്കിലും തൻ്റെ ഉത്ഭവം എവിടെ നിന്നാണെന്ന് ബ്രഹ്മദേവന് മനസ്സിലാക്കാൻ സാധിച്ചില്ല. അദ്ദേഹത്തിന് അപ്പോൾ കിട്ടിയ ഒരു ഉപദേശം തപ തപ എന്നുള്ള വാക്കുകളായിരുന്നു. അങ്ങനെ ബ്രഹ്മദേവൻ വീണ്ടും താമരയുടെ അഗ്രത്തിൽ പോയിരുന്ന് തപസ് ചെയ്യാൻ തുടങ്ങി. 100 വർഷത്തെ തപസ്സിന്റെ ഫലമായിട്ട് ഭഗവാൻ എവിടെ ഇരിക്കുന്നെന്ന് ബ്രഹ്മദേവന് മനസ്സിലായി. ഭഗവാൻ തൻ്റെ ഹൃദയത്തിൽ തന്നെയാണ് ഉള്ളതെന്ന് ബ്രഹ്മദേവന് മനസ്സിലാകുകയും ചെയ്തു. ഇത് കഥകൾ നമ്മൾ മുമ്പേ പറഞ്ഞാണ്. ഈ ശ്ലോകത്തിൽ പറയുന്നത് ഭഗവാന്റെ ഒരു പുഞ്ചിരി, നമ്മൾക്ക് എന്ത് ആവശ്യം വന്നാലും നമ്മൾ മനസ്സറിഞ്ഞ് ഭഗവാനോട് പ്രാർത്ഥിച്ചാൽ ഭഗവാൻ അത് തീർച്ചയായും തരുമെന്നാണ് പറയുന്നത്. കാരണം ഒരു ഇല പോലും അനങ്ങണമെങ്കിൽ ഭഗവാന്റെ കാരുണ്യം ഉണ്ടെങ്കിൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. ഇവിടെ പറയുന്ന യഥാർത്ഥ ഭക്തന്മാർ ഭഗവാനിൽ നിന്നും ഒന്നും ചോദിച്ചു വാങ്ങുകയില്ല. അതിനൊരു ഉദാഹരണമാണ് പ്രഹ്ലാദ മഹാരാജാവ്. തനിക്ക് എന്ത് വേണമെന്ന് ചോദിച്ചപ്പോഴൊന്നും വേണ്ട, എനിക്ക് ഭഗവത് ഭക്തി മാത്രം മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഭഗവാൻ എന്ത് തന്നാലും നമുക്ക് സന്തോഷമായി സ്വീകരിക്കാം. പക്ഷെ ഭഗവാൻ നമ്മളെ ഒരു ചിരി കൊണ്ട് എല്ലാം വശീകരിക്കും എന്നാണ് പറയപ്പെടുന്നത്. 28ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ഭഗവാന്റെ ഉടയാടയെ കുറിച്ചും ആഭരണങ്ങളെ കുറിച്ചുമാണ്. തൻ്റെ വസ്ത്രം കദംബപ്പൂവിനോടാണ് ഉപമിച്ചിരിക്കുന്നത്. അത്രയും ഭംഗിയുള്ള മഞ്ഞ നിറത്തിലുള്ള കദംബ നിറത്തിലുള്ള വസ്ത്രമാണ് ഭഗവാൻ എടുത്തിരിക്കുന്നത്. എന്നിട്ട് അതിന് ബലം കൂട്ടാൻ വേണ്ടി അരയിൽ നല്ല ഒരു അരപ്പട്ടയും ധരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മാറിടം ശ്രീവത്സ അടയാളവും കാണാം. മുഖം നിശ്ചയിക്കാൻ പറ്റാത്ത വിധത്തിൽ കണ്ഠാഭരണങ്ങൾ കൊണ്ട് ശോഭിതമായിരിക്കുന്നു എന്ന് ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നു. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ മാതാജി. ബാക്കി ഇനി മാതാജി പറയും. ഹരേ കൃഷ്ണ. കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. വിതുരനും മൈത്രേയരുമായിട്ടുള്ള സംഭാഷണമാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഭഗവാനെ കുറിച്ചുള്ള വർണ്ണനകളാണ് കൂടുതലായിട്ട് ഇവിടെ പറയുന്നത്. ഭഗവാന് വേണ്ടിയുള്ള ഭക്തിയുത സേവനം അദ്ദേഹത്തോട് വളരെയധികം കടപ്പെട്ടതാണ്. ആത്മീയ പ്രവർത്തനങ്ങളിൽ വിവിധ അതീന്ദ്രിയവാദികളും ഉണ്ടാകുന്നുണ്ട് ഇവിടെ. അവർ ഭഗവാനും വേണ്ടിയുള്ള ഭക്തിയുത സേവനത്തിൽ ഏർപ്പെടുന്നില്ല. നിരീശ്വരവാദികളൊക്കെ ഭഗവാനുമായിട്ടുള്ള ഭക്തി അവര് കൂടുതലായിട്ടും അവരുടെ ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഭാഗവത സത്രം സത്രയജ്ഞം അങ്ങനെയൊക്കെ ധനപരമായിട്ടും അങ്ങനെയൊക്കെ വേണ്ടിയാണ് അവർ ഭഗവാനെ പ്രാർത്ഥിക്കുന്നത്. എന്നാൽ യഥാർത്ഥ ഭക്തന്മാരാണെങ്കിൽ ഭഗവാനോട് ഒന്നും തന്നെ ആവശ്യപ്പെടുന്നില്ല. അവർക്ക് മോശം പോലും അവർക്ക് ആവശ്യമില്ല. ഭഗവാൻ അത് നൽകാമെന്ന് പറഞ്ഞാൽ പോലും അവർക്ക് അതിന്റെ ആവശ്യമില്ല. അങ്ങനെ ഭഗവാൻ ഭക്തന്മാരോട് കടപ്പെട്ടിരിക്കുന്നു എന്നാണ്. ഭക്തന്മാരുടെ സേവനത്തിന് പകരമായി ഭഗവാൻ കൊടുക്കുന്നത് ഒരു മന്ദഹാസമാണ് ഭഗവാൻ തിരിച്ചു നൽകുന്നത്. ഭഗവാന്റെ സേവനം ചെയ്യുമ്പോൾ മാത്രമാണ് ഭക്തന് വേണ്ടി ഭഗവാൻ പുഞ്ചിരി നൽകുന്നത്. അത് മാത്രമേ ഭക്തന്മാർ അത് മാത്രമേ പ്രതീക്ഷിക്കുന്നുള്ളൂ. വേറൊന്നും അവർ പ്രതീക്ഷിക്കുന്നില്ല. യഥാർത്ഥ ഭക്തൻ ഒന്നും തന്നെ ഭഗവാനിൽ നിന്നും പ്രതീക്ഷിക്കുന്നില്ല. ഭക്തിയുത സേവനം മാത്രമാണ് ഭക്തൻ ചെയ്യുന്നത്. ഭഗവാന് അത് മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ. അതിന് പകരമായി ഭഗവാൻ ഭക്തന് കൊടുക്കുന്നതാണ് മനോഹരമായ പുഞ്ചിരി എന്നാണ് ഇവിടെ പറയുന്നത്. ഭഗവാന്റെ പുഞ്ചിരി നമുക്ക് എല്ലാവർക്കും അറിയാം. ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലും ഭഗവാന് മനോഹരമായ പുഞ്ചിരി എപ്പോഴും നോക്കുമ്പോഴും നമുക്ക് പുഞ്ചിരി. അപ്പൊ അതുകൊണ്ട് നമ്മുടെ പ്രയാസങ്ങൾ നമ്മൾ ഭഗവാനോട് പറയുമ്പോൾ ആ പുഞ്ചിരി കാണുമ്പോൾ നമുക്ക് ആ മനസ്സിലുള്ള വിഷമങ്ങളെല്ലാം നമുക്ക് മാറും. അപ്പൊ ഭഗവാന്റെ ആ പുഞ്ചിരിക്ക് ഏറെ പ്രാധാന്യമുണ്ട്. അപ്പൊ ഏത് പ്രതിസന്ധി ഘട്ടങ്ങൾക്കും ഭഗവാൻ എപ്പോഴും പുഞ്ചിരിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അതിനൊരു ഉത്തമ ഉദാഹരണമാണ് പറയുന്നത്. കുരുക്ഷേത്ര യുദ്ധം കഴിഞ്ഞതിന് ശേഷം ഗാന്ധാരി ദേവി യുദ്ധഭൂമിയിൽ തന്റെ പുത്രന്മാർക്കും മരിച്ചു കിടക്കുന്നു. അത് കണ്ട് നെഞ്ചുരുകി ഭഗവാനെ ശകാരിക്കുകയും പ്രാകുകയും ശപിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അന്ന് കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നു. ഭഗവാൻ വിചാരിച്ചിരുന്നെങ്കിൽ ഇത് മാറുമായിരുന്നു, ഈ യുദ്ധം വേണ്ടായിരുന്നൊക്കെ പറഞ്ഞ് ഒത്തിരി കുറ്റപ്പെടുത്തുമ്പോഴും ഭഗവാൻ ആ ഒരു ചെറു പുഞ്ചിരിയോടുകൂടി അതെല്ലാം വീക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതൊരു ഏറ്റവും ഒരു ഭയങ്കര ഉദാഹരണമാണ് പറയുന്നത്. പിന്നെ ഇവിടെ ഭഗവാന്റെ പിന്നെ ഭഗവാന്റെ അലങ്കാരങ്ങളാണ് പറയുന്നത്. ഭഗവാന്റെ കർണാഭരണങ്ങളും പിന്നെ കർണാഭരണങ്ങളെ പറ്റിയാണ് പറയുന്നത്. പിന്നെ ഭഗവാന്റെ മകരകുണ്ടലങ്ങൾ മകരമത്സ്യത്തിന്റെ ആകൃതിയിലാണ് ഭഗവാന്റെ കർണാഭരണങ്ങളെ പറ്റി പറയുന്നത്.
ആ കർണാഭരണങ്ങൾ ധരിച്ചുകൊണ്ട് ഭഗവാൻ നടക്കുകയും നൃത്തം ചെയ്യുകയും ഓടുകയും ഒക്കെ ചെയ്യുമ്പോൾ കാതിലെ ആ മകരകുണ്ടലങ്ങൾ ഭഗവാന്റെ കവിൾത്തടത്തിൽ തട്ടുമ്പോൾ ആ ആഭരണങ്ങൾക്ക് മാറ്റുകൂട്ടുന്നു. അപ്പം ആഭരണങ്ങൾക്ക് മാറ്റുകൂട്ടുന്ന ഭഗവാന്റെ ആഭരണങ്ങളുടെ ആ മഹിമ കൊണ്ടല്ല, ഭഗവാന്റെ ആ കവിൾത്തടത്തിലെ ആ പ്രഭ കൊണ്ട് ആ ആഭരണങ്ങൾക്ക് കൂടുതൽ ശോഭ നൽകുന്നു. അങ്ങനെയാണ് ഇവിടെ പറയുന്നത്. പിന്നെ അദ്ദേഹത്തിന്റെ കൺപുരികങ്ങളും നാസികകളും അത്രയ്ക്കും ഭയങ്കര മനോഹരമാണ്. അങ്ങനെ ഭഗവാന്റെ ഓരോ കാര്യങ്ങളും നമുക്ക് വർണ്ണിക്കാൻ അതീതമാണ്. നമുക്ക് എത്ര ചിന്തിച്ചാലും അതങ്ങോട്ട് അനന്തമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അത്രയ്ക്ക് സവിശേഷതയാണ് ഭഗവാന്റെ മുഖകാന്തിയും എല്ലാ കാര്യങ്ങളും. പിന്നെ അതാണ് 27ാമത്തെ ശ്ലോകത്തിൽ. ഇത്രയും എനിക്ക് പറയാൻ പറ്റുന്നുള്ളൂ. 28ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്, എന്റെ പ്രിയപ്പെട്ട വിതുരൻ തന്റെ അരക്കെട്ടിൽ കദംബ പൂവിന്റെ ധൂളി സദൃശ്യമായ കടും മഞ്ഞ പട്ട് ചുറ്റി നിൽക്കുന്ന ഭഗവാനെ വർണ്ണിക്കുന്നത്. കദംബപ്പൂവിന്റെ ആ ധൂളി എന്ന് പറയുമ്പോൾ ആ പൊടിയുടെ കളർ വരുമ്പോൾ കടും മഞ്ഞ കളറാണ് ആ കദംബപ്പൂവിന്റെ കളർ. ആ മഞ്ഞ കളർ കൊണ്ടാണ് ഭഗവാന്റെ അരപ്പട്ട കെട്ടിയിരിക്കുന്നത്, ഇത് അലങ്കരിച്ചിരിക്കുന്നത്. അപ്പൊ അതിന്റെ മഞ്ഞപ്പട്ടിന്റെ കളർ. അപ്പൊ അതിന്റെ മുകളിൽ അരപ്പട്ട കെട്ടി ധരിച്ചിരിക്കുന്നു. പിന്നെ അതത്രയ്ക്കും ശോഭമായി തോന്നുന്നു. അരപ്പട്ടയും മഞ്ഞ കളറും ഒക്കെ കാണുമ്പോൾ ഭഗവാന്റെ ആ ഭാഗമൊക്കെ കാണുമ്പോൾ അത്രയ്ക്കും നമുക്ക് ശോഭ, നമ്മുടെ മനസ്സിൽ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ എടുത്തെടുത്ത് കാണിക്കും. പിന്നെ അടുത്ത് പറയുന്ന അദ്ദേഹത്തിന്റെ മാറിടം ശ്രീവത്സ അടയാളം പറയുന്നത്. ആ ശ്രീവത്സ അടയാളം എന്ന് പറയുന്നത് അതൊരു കഥയായിട്ടാണ് പറയുന്നത്. ഭഗവാന് പിന്നെ ലക്ഷ്മി സമേതനായി വൈകുണ്ഠത്തിൽ ഇങ്ങനെ സന്തോഷമായിട്ട് അവരുടെ കേളികളുമായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഭൃഗുമുനി എന്ന് തോന്നും ഒരു മഹർഷി വന്നേച്ച് നോക്കുമ്പം അവരിങ്ങനെ സന്തോഷകരമായി ഉല്ലസിച്ചിരിക്കുമ്പോൾ ഭഗവാൻ മുനിക്കത് ദേഷ്യം വന്നു. മുനിയെ ആദരിക്കുന്നില്ല എന്നൊരു തോന്നൽ വന്നു. അപ്പൊ മുനിയെ ഓടിച്ചെന്ന് ഭഗവാന്റെ മാറിടത്തിൽ ചവിട്ടുകയാണ്. ആ ചവിട്ടുമ്പം അന്നേരം അയാളുടെ മുനിയുടെ ദേഷ്യത്തിന് ചവിട്ടുന്നു. ആ ചവിട്ടുമ്പോൾ ഭഗവാൻ അന്നേരവും ചിരിച്ചുകൊണ്ടായിരിക്കുന്നു. എന്നിട്ട് ഭഗവാൻ തിരിച്ചു ചോദിക്കുന്നു, അല്ലയോ മഹാമുനി, എന്റെ മാറിടത്തിൽ ചവിട്ടുമ്പം താങ്കളുടെ കാലിന് വേദനിച്ചോ എന്നാ ചോദിക്കുന്നത്. അല്ല, ഭഗവാന് വേദനിക്കുന്നതല്ല, താങ്കളുടെ കാല് വേദനിച്ചെന്നാണ് ഭഗവാൻ ചോദിക്കുന്നത്. അപ്പൊ അത് കാരണം ലക്ഷ്മി ദേവി അതൊരു കഥയായിട്ട് ഇങ്ങനെ പറയുന്നത്. ലക്ഷ്മി ദേവി അന്നേരം മാറിടത്തിൽ നിന്ന് ഇറങ്ങി പോകുന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ അത്രയ്ക്ക് കാരുണ്യമായിട്ട് ഭഗവാനെ എന്ത് ചെയ്താലും ഭഗവാന് തിരിച്ചൊന്നും പറയുന്നില്ല. പുഞ്ചിരിച്ചുകൊണ്ടുകൂടി ഭഗവാൻ, അങ്ങനെയാണ് ഭഗവാന്റെ ഒരു അങ്ങനെയാണ് ഇവിടെ. ഇത്രയൊക്കെ എനിക്ക് പറയാൻ പറ്റുന്നുള്ളൂ മാതാജി. ഹരേ കൃഷ്ണ പ്രഭു.